ടീച്ചർ, ഡോക്ടർ, ലോയർ, ഓൺട്രപ്രണർ. ഏത് വേഷമായാലും കഥാപാത്രത്തിൻ്റെ സൂക്ഷ്മഭാവങ്ങളെ ആത്മാവിൽ ആവാഹിച്ചുകൊണ്ട് അവസാനം മായാനദിയിലെ ആപ്സായി സ്ക്രീനിൽ വന്ന് കൺസിസ്റ്റൻ്റായി അഭിനയിക്കുന്നതിന് ദ അവാർഡ് ഗോസ് ടു ഐശ്വര്യ ലക്ഷ്മി ഫോർ ക്രിസ്റ്റഫർ ആൻഡ് കിങ് ഓഫ് കൊത്ത. മലയാളത്തിൽ ഓൺ ആൻ ആവറേജ് വർഷം 150-200 സിനിമ ഇറങ്ങുന്നുണ്ട്. 2023 200-ൽ പരം സിനിമകളാണ് തിയേറ്റർ റിലീസായി മാത്രം വന്നത്. ഈ സിനിമകൾക്കിടയിൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയത് എന്തിനാണെന്ന് അത് ഉണ്ടാക്കിയവർക്കോ അതിൽ അഭിനയിച്ചവർക്കോ എന്തിന് കാണുന്ന പ്രേക്ഷകനോ പോലും മനസ്സിലാക്കാൻ പറ്റാതെ പോയ സിനിമയ്ക്കാണ് ഈ അവാർഡ് നമ്മൾ സമ്മാനിക്കുന്നത്. ശക്തമായ കോമ്പറ്റീഷനൊടുവിൽ ഈ അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് ശ്രീ ആഷിഖ് അബു ആൻഡ് ടീം ഫോർ നീലവെളിച്ചം. 1960-കളിൽ ഇറങ്ങിയ ഭാർഗവി നിലയം എന്ന ക്ലാസിക്കിനെ 2023-ൽ വികലമായി റീമേക്ക് ചെയ്യാൻ തോന്നിയതിന് പിന്നിലെ ഛേദോവികാരം ഇന്നും ഒരു മിസ്റ്ററിയായി തുടരുന്നു. കന്നഡയിൽ ലൂസിയയും യൂട്ടേണും ഒക്കെ എടുത്ത പവൻകുമാറിന് മലയാളത്തിൽ ഒരു സിനിമ എടുക്കാൻ മോഹം. പ്രൊഡ്യൂസ് ചെയ്യുന്നത് സാക്ഷാൽ ഹോംബാലെ ഫിലിംസ്, അഭിനയിക്കുന്നത് ഫഹദും റോഷനും അപർണയും അടക്കമുള്ള പ്രൂവൺ ആക്ടേഴ്സ്. എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ, കന്നഡയിൽ ഡയലോഗ് എഴുതി ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇട്ട് പരിഭാഷപ്പെടുത്തിയ പോലത്തെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ധൂമത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് റിലീസ് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ ധൂമമായി പോയി ഈ അന്യസംസ്ഥാന അക്രമം. നോമിനേഷൻസ്: ചെസ് നമ്പർ 1 ശ്രീ ഭീമൻ രഘു. ഒരാൾ എഴുന്നേറ്റ് നിന്ന് ആദരവോടെ പ്രസംഗം കേൾക്കുന്നു. വേറെ ആരുമല്ല, നടൻ ഭീമൻ രഘു. മതസ്പർദ്ധയുണ്ടാക്കാനും അദ്ദേഹം ഏത് പ്രോഗ്രാമിന് വന്നാലും ഞാൻ എവിടെ ഉണ്ടെങ്കിലും ബാക്ക് സീറ്റിലാണെങ്കിലും ഫ്രണ്ട് സീറ്റിലാണെങ്കിലും ഐ വിൽ ബി സ്റ്റാർ. കാരണം ഞാൻ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്തു. നല്ലൊരു അച്ഛൻ, നല്ലൊരു മുഖ്യമന്ത്രി. ചെസ് നമ്പർ 2 സീസണൽ നന്മമരം ശ്രീ ജയേട്ടൻ. കേരളത്തിലുള്ള നമുക്കാർക്കും ഫസ്റ്റ് ക്വാളിറ്റി കഴിക്കാനുള്ള യോഗ്യത ഇല്ലേ? നമ്മൾ പൈസ കൊടുത്തത് മേടിക്കില്ലേ? അപ്പൊ അയാൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ ക്വാളിറ്റി ചെക്കിംഗ് ഇല്ല. അവിടെ എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്വാളിറ്റി ചെക്കിംഗ് ഇല്ലാതെ വിടും. അപ്പൊ നമുക്ക് ഈ വക വിഷപ്പച്ചക്കറികളും സെക്കൻഡ് ക്വാളിറ്റിയും തേർഡ് ക്വാളിറ്റിയും അരി കഴിക്കേണ്ട ഗതികേടിലേക്ക് നമ്മൾ എത്തുകയാണ്. സാർ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ തിരുവോണ ദിവസം പട്ടിണി കിടക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് എങ്ങനെയാണ് സാർ ഇതിലേക്ക് വീണ്ടും ഒരു തലമുറ വരുന്നത്? ജയേട്ടന്റെ അടുത്ത മെഗാ നന്മ കത്തനാർ റിലീസിനോടനുബന്ധിച്ച് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇവരെയൊക്കെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് അവാർഡ് കരസ്ഥമാക്കുന്നത് മറ്റൊരാളാണ്. താൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ ബാധ ഇപ്പോഴും വിട്ടൊഴിയാത്ത, ആ ബാധയും പേറി പൊതു ഇടങ്ങളിൽ ഒരു ഭ്രാന്തനെ പോലെ ഇന്നും അലയുന്ന എക്സ് ഫയർ ബ്രാൻഡ് അപ്കമിംഗ് ജന്മ ബ്രാഹ്മണൻ ശ്രീ സുരേഷ് ഗോപി. നോക്കട്ടെ മോളെ, കാത്തിരിക്കട്ടെ. അല്ല, കഴിഞ്ഞതല്ലല്ലോ നടക്കുന്നത്. അങ്ങനാണെങ്കിൽ ആളാവാൻ വരരുത്. എന്റെ അടുത്ത് ആളാവാൻ വരരുത്. എന്ത് കോടതിയാ? റിപ്പോർട്ടർ ചാനലിന്റെ വക്താവ് ഇവിടെ വന്ന് എന്ത് കോടതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലീസ് കീപ് അവേ ഫ്രം മീ. നോ ബോഡി ടച്ചിങ്. I have a right to my way. Close അറിയണോ? Do you want me to continue? Please tell me. Ask her to move back. ഇപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പേടിയാണ്. ഒന്ന് മാറി നിൽക്കൂ എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ഇത്? സത്യനെ കണ്ടിട്ടുണ്ട്, പ്രേംനസറിനെ കണ്ടിട്ടുണ്ട്, മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ട്, മോഹൻലാലിനെ കണ്ടിട്ടുണ്ട്. നിന്നെപ്പോലൊരു നടനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. സെന്ന ഹെഡ്ഗെ 2021 പ്രേക്ഷക പ്രീതിയും നിരൂപക പ്രശംസയും ഒരുപോലെ ലഭിച്ച തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമ എടുക്കുന്നു. തൊട്ടടുത്ത വർഷം 2022 1744 വൈറ്റ് ഓൾട്ടോ എന്നൊരു പരീക്ഷണ ചിത്രം എടുക്കുന്നു. എന്നാൽ ദയനീയമായി അത് തിയേറ്ററിൽ പരാജയപ്പെടുന്നു. ആ സമയത്ത് വന്ന റിവ്യൂസ് എല്ലാം ഭൂരിഭാഗവും ഈ 1744 വൈറ്റ് ഓൾട്ടോയെ തിങ്കളാഴ്ച നിശ്ചയവുമായി കമ്പയർ ചെയ്യുന്ന രീതിയിലുള്ള റിവ്യൂസ് ആയിരുന്നു. അതായത് പടം കൊള്ളാം, പക്ഷേ തിങ്കളാഴ്ച നിശ്ചയത്തിന് അത്ര കോമഡി ഇല്ല, ആ ഒരു ലൈനിലുള്ള റിവ്യൂസ്. ശേഷം നമ്മുടെ സെന്ന ഹെഡ്ഗെ ഫേസ്ബുക്കിൽ എൻ്റെ സേവനങ്ങൾക്ക് പെരുത്ത് നന്ദി, ഇനി എൻ്റെ മേത്ത് ഒഴിഞ്ഞു പോ തിങ്കളാഴ്ച നിശ്ചയമേ എന്ന് പറഞ്ഞൊരു മാസ് പോസ്റ്റ് ഇടുന്നു.
അതിനുശേഷം ഈ സംവിധായകൻ 2023 എടുത്ത സിനിമയാണ് പത്മിനി. ക്ലൈമാക്സിലെ ഗസ്റ്റ് റോൾ അടക്കം അടിമുടി തിങ്കളാഴ്ച നിശ്ചയം റീബൂട്ട് ചെയ്ത പോലൊരു സിനിമ. തൻ്റെ നിലപാടിലെ ഈ കൺസിസ്റ്റൻസിയാണ് സെന്ന ഹെഡ്ഗയെ ഈ അവാർഡിന് അർഹനാക്കുന്നത്. ഒരു സിനിമയുടെ നട്ടെല്ല് തിരക്കഥയും സംഭാഷണങ്ങളുമാണെന്ന് പ്രേക്ഷകരെ ഒന്നടങ്കം വീണ്ടും ഓർമ്മപ്പെടുത്തിയതിന്, സ്വീറ്റ്നെസ്സും കവിത്വവും തുളുമ്പുന്ന ഡയലോഗുകൾ കൊണ്ട് ഒരു സിനിമയെ മൊത്തത്തിൽ അങ്ങ് എലിവേറ്റ് ചെയ്തതിന്, മലയാളത്തിൽ ക്രിഞ്ച് ഡയലോഗ്സിന് പുതിയ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തതിന്, സർവോപരി മലയാള സിനിമയ്ക്കും ദുൽഖർ സൽമാനും പാൻ ഇന്ത്യൻ ലെവൽ ഊക്ക് വാങ്ങിക്കൊടുത്തതിന് ദ അവാർഡ് ഗോസ് ടു വൺ ആൻഡ് ഓൺലി അഭിലാഷ് ചന്ദ്രൻ ഫോർ കിങ് ഓഫ് കൊത്ത. If you work hard, you will get first class. അകത്ത് ഭയങ്കര ഉഷ്ണം, അതുകൊണ്ടാണ് ഞാൻ കാറ്റ് കൊള്ളാന്ന് കരുതി പുറത്തേക്ക് വന്നത്. കാറ്റ് പോകാതെ നോക്കണം. ഗോള് 3-3 പറഞ്ഞ് തട്ടിമുട്ടി നിൽക്കണല്ലോ. ഇനിയിപ്പോ വല്ല ബലാമുട്ടി അടിക്കേണ്ടി വരുമോ? ബലാമൂട്ടി അല്ലടോ, പെനാൽറ്റി. നിനക്കെന്താണ് ഒരു എയർ പിടുത്തം? നിന്റെ എയർ കളർ ടെക്നിക്ക് എന്റെ ഇവിടെ കാണണോ? അതാണ് രാജു. അവനെ പ്രകോപിപ്പിക്കാതിരിക്കുക എന്നതായിരുന്നു ഒരാൾ ജീവൻ നിലനിർത്താൻ ആദ്യമായി ചെയ്യേണ്ട കാര്യം. ജീവിച്ച് മതിയായോ നിനക്ക്? എന്റെ ലിവറാണ്, ലിവർ പൂളാണ്. നാളെ എന്റെ പൊന്നുന്റെ പിറന്നാളാ, നിന്നെ ക്ഷണിക്കാൻ വന്നതാ. എന്റെ മോടെ പിറന്നാൾ വിളിക്കാൻ വന്നത്, എല്ലാവരും വരണം. വിഷമമുണ്ടടി, വിഷമമുണ്ട്. നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ട കളികൾ ഓർത്ത് വിഷമമുണ്ട്. ഓ മിണ്ടി, നീ തപസ്സിരുന്നാ കിട്ടോ എന്നെ പോലൊരു ചുള്ളനെ. മെട്രിക്കുലേഷനുമായിട്ട് കൊത്തയെന്ന് പോയവൻ PhD എടുത്തിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. നീ കണ്ണനെ കണ്ടിട്ടുള്ളൂ, കണ്ണമ്പായിയെ കണ്ടിട്ടില്ല. നീ രാജുവിനെ തന്നെ താങ്ങില്ല. പിന്നീട് രാജു മദ്രാസി. You killed my father. I want revenge. എന്ത് പോക്കാടാ പോയത്? പരിപ്പോടെ കരിയുന്നു. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിര. തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാ. ശോ.